ഗ്രാൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട രണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് പർച്ചേസും ഒന്ന് അക്കൗണ്ട്സുമാണ്. ഈ പർച്ചേസും അക്കൗണ്ട്സും തമ്മിൽ ഭയങ്കരമായ റിലേഷൻ ഉള്ള ഒരു രണ്ട് ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ പർച്ചേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് കയറുന്നത് ഫുഡ് ഐറ്റംസ് മാത്രം ഉദ്ദേശിച്ചല്ല, ഒരിക്കലുമല്ല. പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റ് വരിക എന്ന് പറഞ്ഞാൽ പൾസസ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ പയറ്, പരിപ്പ്, കടല, അരി, ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ്, ഇപ്പം പുട്ടുപൊടി, അരിപ്പൊടി, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊക്കെയായിരുന്നു നേരത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് കയറുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. ആ കൂടെ മറ്റു കാര്യങ്ങൾ കണ്ടു നോക്കി പോവുകയോ ചിലപ്പോൾ മേടിക്കുകയോ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞാൻ തുടങ്ങി വെച്ച ഒരു ഹൈപ്പർ മാർക്കറ്റ്. ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ സോക്സ് ഡിസ്പ്ലേ ചെയ്തു. 3 പെയറിൻ്റെ 300 സെറ്റ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തു. അത് 3 പെയറിന് 50% ഓഫർ. അതുപോലെ 300 സെറ്റ് 4 ദിവസം കൊണ്ട് സെയിൽ ഔട്ടായി. അപ്പം 300 × 3 എന്ന് പറയുമ്പോൾ 900 സോക്സ് ആണ് 4 ദിവസം കൊണ്ട് സെയിൽ ഔട്ട് ആയിട്ട് ആ ബിന്ന് എംപ്റ്റി ആയി. അത് റീഫിൽ ചെയ്യാൻ കറക്റ്റ് ടൈമിൽ ഞങ്ങളുടെ ടീമിന് സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിച്ചില്ല. അതെൻ്റെ മിസ്റ്റേക്ക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കറക്റ്റ് ടൈമിൽ ആ പർച്ചേസ് നടത്താൻ എനിക്ക് പറ്റിയില്ല. അതെൻ്റെ തിരക്കുകൊണ്ടാണ്. മറ്റു വർക്കുകളിൽ എൻഗേജ്ഡ് ആയിരുന്നു, ധാരാളം മറ്റു വർക്കുകൾ ഉണ്ടായിരുന്നു, എനിക്ക് സാധിച്ചില്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, ബോളുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഫുട്ബോള്, വോളിബോൾ, ചെറിയ ബോളുകൾ, വലിയ ബോളുകൾ എയർ ഫില്ല് ചെയ്ത് ഏകദേശം 150ഓളം ബോളുകൾ ഡിസ്പ്ലേ ചെയ്തു. ഈ പറയുന്ന 3-4 ദിവസം കൊണ്ട് ബോളുകൾ 90% വിറ്റ് തീർന്നു. ആ ബിന്ന് രണ്ടാമത് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും റീപർച്ചേസ് ചെയ്ത് കയറാൻ പറ്റി. അപ്പം കസ്റ്റമറുടെ പർച്ചേസ് സ്ട്രാറ്റജി എങ്ങോട്ട് മാറിപ്പോയി? ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഇപ്പൊ എന്തും പർച്ചേസ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാതെ ഫുഡ് ഐറ്റം മാത്രമല്ല, നോൺ ഫുഡ് ഐറ്റം മാത്രമല്ല. നോൺ ഫുഡ് എന്ന് ഉദ്ദേശിച്ചാൽ സോപ്പ് പൊടി, സോപ്പ്, ലിക്വിഡ്, ക്ലീനിങ് ഐറ്റംസ് മാത്രമല്ല, ഹാർഡ്വെയർ ഐറ്റംസ്. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഹാർഡ്വെയർ ഐറ്റംസ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ സാധനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ്, ഹാർഡ്വെയർ ഐറ്റംസ്, ഇതെല്ലാം സെയിൽ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായ റീഓർഡർ പോവുകയും ഐറ്റം കയറുകയും ടൈം ടു ടൈം ബാക്ക് സ്റ്റോറിൽ നിന്ന് ഐറ്റം റാക്കിലേക്ക് വരികയും ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മുടെ സെയില് പതുക്കെ താഴോട്ട് പോകും. നമുക്ക് സെയിൽ കയറ്റിക്കൊണ്ടുവരാം. കാര്യം ആദ്യം വന്ന് പോയ കസ്റ്റമേഴ്സിന് നമ്മുടെ സ്റ്റോറിൽ ഇതുണ്ടെന്ന് നന്നായിട്ട് അറിയാം. സെക്കൻഡ് ടൈം വരുമ്പം കിട്ടിയില്ലെങ്കിൽ അവരൊന്നും ചോദിക്കുകയില്ല. തേർഡ് ടൈം വരുമ്പം കിട്ടിയില്ലെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കും, ഞാൻ ആദ്യം വന്നപ്പോൾ ഇതുണ്ടായിരുന്നു, ഇപ്പം ഇല്ലല്ലോ എന്ന്. അപ്പം സ്റ്റാഫ് പറയും അടുത്ത ദിവസം വരുമെന്ന് പറയും. അപ്പം അവിടെ ആ പ്രശ്നം സോൾവ് ആകുന്നുണ്ട്. പക്ഷേ വലിയ ടൈം ബാർ വരാതെ, അല്ലെ വലിയ ഡിസ്റ്റൻസ് വരാതെ വീണ്ടും റീപർച്ചേസ് കയറിയില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം, കസ്റ്റമർ ലൂസ് ആവാം. അപ്പം ആദ്യത്തെ 6 മാസം പർച്ചേസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ പേയ്മെന്റ്സ് പോകുന്നതും അതേ ഇമ്പോർട്ടൻസ് പേയ്മെന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഹൈപ്പർ മാർക്കറ്റ് ഒരു സക്സസിലേക്ക് മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം പുതിയതായിട്ട് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നവർ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിന് വിജയം ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പൊ പഴയ കാലത്തിൽ നിന്ന് മാറി
നമ്മളൊരു പുതിയ ജനറേഷൻ, ഇപ്പൊ ന്യൂജൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത്. അത് എല്ലായിടത്തും ന്യൂജൻ ഉണ്ട്. അല്ലാതെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് മാത്രമല്ല ന്യൂജൻ, എല്ലാ കാര്യത്തിലും ന്യൂജനായി. നമ്മുടെ ഫുഡിന് ന്യൂജനായി, നമ്മുടെ യങ്സ്റ്റേഴ്സ് ന്യൂജനായി, നമ്മുടെ വാഹനങ്ങൾ ന്യൂജനായി, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റും ന്യൂജനായി. എത്രയേ ഉള്ളൂ, അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു പുതിയ യുഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളിൽ മാക്സിമം ഐറ്റംസ് കയറ്റാൻ ഓണർമാര്, അല്ലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ അവിടുത്തെ GM, അല്ലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡിനും നോൺ ഫുഡിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ മുന്നോട്ട് പോവില്ല, ഉറപ്പാണത്. അപ്പം ഈ രീതിയിൽ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ നടത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു മാറ്റവും ഇല്ല. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, സക്സസ് ആവും. ആദ്യത്തെ 6 മാസം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ്. ഈ 6 മാസത്തേന് നമ്മുടെ ക്യാഷ് ഡൈവേർട്ട് ചെയ്യാതെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നവർക്ക് ഒരു ധാരണയുണ്ട്, പർച്ചേസ് ചെയ്യാൻ ലോൺ എടുക്കുക. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതെന്റെ പൈസയല്ലേ, ഇതെന്തിനാ അക്കൗണ്ടിൽ ഇടുന്നത്, എൻ്റെ മറ്റു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാം. ചെയ്യുന്നത് തെറ്റാണ്. ഡെയിലി കിട്ടുന്ന ക്യാഷ് അത് റീപർച്ചേസിന് തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ അതും ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഇത് രണ്ടും ഡൈവേർട്ട് ചെയ്ത് പോയാൽ 100% ഞാൻ പറയാം, നിങ്ങളുടെ റീപേയ്മെന്റ്, അല്ലെ കസ്റ്റമേഴ്സ്, അല്ലെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെന്റ് ലേറ്റ് ആവും. പേയ്മെന്റ് ലേറ്റ് ആയാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രശ്നം ഉണ്ടാക്കും. അവർ നമുക്ക് തരുന്ന മുഴുവൻ ഫേവറുകളും അവർ കട്ട് ചെയ്യും. ഒന്നിലെ ചെക്ക് തന്നാലേ ഐറ്റം തരുള്ളൂ, ഇല്ലെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഈ രീതിയിലേക്ക് അവർ പതുക്കെ മൂവ് ചെയ്യും. അവർ മറ്റ് സപ്ലയറുമായിട്ട് സംസാരിക്കും. അവിടുത്തെ രീതി ഇതാണ്, ശ്രദ്ധിക്കണമെന്ന് പറയും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാതെ നമ്മളുടെ ഡെയിലി വരുന്ന ക്യാഷ് ഫ്ലോ അക്കൗണ്ടിൽ വരികയും അക്കൗണ്ടിൽ നിന്ന് അത് വീണ്ടും അടുത്ത പർച്ചേസിന് യൂസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും കൂടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചാൽ, അതോടൊപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഈ പറയുന്ന രീതിയിൽ റീഫിൽ ചെയ്ത് പോകാനും, ഫുഡ് നോൺ ഫുഡ് എന്നുള്ള ആ കൺസെപ്റ്റ് മാറി മറ്റ് മാക്സിമം ഐറ്റംസും കൂടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാനും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്റ്റോർ ഭംഗിയാവും. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഡിസ്കഷനോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.